അമേരിക്കൻ സൈന്യത്തിന് സ്വന്തം മണ്ണിൽ ഇടം കൊടുക്കുമ്പോൾ ഖത്തർ ഭരണാധികാരിയുടെ മനസ്സിൽ മറ്റൊരു ചിന്ത കൂടി ഉണ്ടായിരുന്നു. അമേരിക്കയുമായി അടുക്കുന്നതിലെ സാമ്പത്തിക രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കൊപ്പമുള്ള മറ്റൊന്ന്. അമേരിക്കൻ സൈന്യത്തിന് ഇവിടെ ഇടം നൽകിയാൽ അവിടെ കയറി ഇസ്രയേൽ ആക്രമിക്കില്ല എന്ന കണക്കുകൂട്ടലായിരുന്നു അത്. അമേരിക്കയുമായി അടുപ്പം പുലർത്താനുള്ള ഒരു പ്രധാന കാരണമായി പല അറബ് രാജ്യങ്ങളും ആഭ്യന്തരമായി പറഞ്ഞിരുന്ന ന്യായീകരണവും ഇതായിരുന്നു. അമേരിക്കയുമായി ചേർന്ന് നിന്നാൽ ഇസ്രയേൽ ആക്രമണം തടയാം എന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നുമെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പലരും അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ അമേരിക്കൻ സൈനിക താവളത്തിന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ആക്രമണം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്നൊക്കെ പറയുമ്പോഴും ഖത്തറിൻ്റെ പരമാധികാരത്തിനുമേൽ തന്നെയായിരുന്നു ആ ബോംബുകൾ വന്നു വീണത്. ഇപ്പോൾ അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചിരിക്കുകയാണ് ഖത്തർ. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ഉച്ചകോടി നടക്കുന്നത്. GCC അംഗരാജ്യങ്ങളായ സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ രാജ്യങ്ങളും ചൈനയുടെയും തുർക്കിയുടെയും സൈനിക പ്രതിനിധികളുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക. പറച്ചിലിനപ്പുറം തിരിച്ചടി പ്രാവർത്തികമാക്കാൻ ഈ അറബ് ലോകത്തിന് ശേഷിയുണ്ടോ? അതിന് കഴിയുമോ? പൊതു പ്രസ്താവനയ്ക്കപ്പുറം ഒന്നിച്ചു നിൽക്കാൻ ഒരു ചെറുത്തുനിൽപ്പിനെങ്കിലും ഈ അറബ് ലോകം തയ്യാറാകുമോ? അമേരിക്കൻ താൽപ്പര്യത്തിനപ്പുറം പോകാനുള്ള ആത്മധൈര്യം കാണിക്കുമോ ഈ രാജ്യങ്ങളും ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികളും? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട് നമുക്ക് മുന്നിൽ. ഇപ്പോഴും പറയുന്നത് തിരിച്ചടിക്ക് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നാണ്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ്? അങ്ങനെയാണോ ചരിത്രം പറയുന്നത്?